ഏറ്റവും ലേറ്റസ്റ്റ് മടവൂരാരാ പടച്ചോനാണോ ചോദിക്കുന്നവരോട് ഈ ചൊല്ല്. അതെ അതെ അതെ, ഞങ്ങളെ പടച്ചോൻ മടവൂരാണെന്നോർക്കേണേ. മടവൂർ ഞങ്ങളെ പടച്ചോനാണ് എന്ന് പാട്ടുപാടി വന്നിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്നവരും ആരാധിക്കപ്പെടുന്നവരുമായ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ CM മടവൂരടക്കം അങ്ങേ അറ്റത്ത് എവിടെയൊക്കെ കിടക്കുന്നുണ്ടോ ആ മുഴുവൻ മനുഷ്യന്മാരെയും മഹാത്മാക്കളെയും തങ്ങന്മാരെയും ഔലിയാക്കളെയും മഹത് വ്യക്തിത്വങ്ങളെയും ഒക്കെ എടുത്തു പരിശോധിച്ചാലും അവരാരും നിങ്ങൾക്ക് ഭൂമിയെ വാസയോഗ്യമാക്കി തന്നതും നിങ്ങളെ ജീവിപ്പിക്കുന്നതും നിങ്ങൾക്ക് വായുവും വെള്ളവും തരുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ അള്ളാഹു മാത്രമാണ് നമ്മളെ പടച്ചിട്ടുള്ളത്, നമുക്ക് വായുവും വെള്ളവും നൽകുന്നത്. അവനോട് മാത്രമേ പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. എന്റെയും നിങ്ങളുടെയും ഇടയിൽ, എന്റെയും നിന്റെയും ഇടയിൽ വാസിത്ത വേണ്ടാന്ന് അള്ളാഹ് തീരുമാനിച്ചത് പ്രാർത്ഥനയുടെ വിഷയത്തിലാണ്. അതേ പ്രാർത്ഥനയുടെ വിഷയത്തിലാണ് മധ്യവർത്തികളെ കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്? ചൂഷണത്തിനാണ്. ഞാനതാ പറഞ്ഞത്, തൗഹീദ് എങ്ങനെയാണ് മോക്ഷത്തിന്റെ വഴിയാവുക? ദുനിയാവിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഒഴിവായി കിട്ടും. ഒരു സത്യവിശ്വാസി, ഏകദൈവ വിശ്വാസി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാൽ എന്താ അവസ്ഥ? ഓരോ 5 വഖത്ത് നമസ്കാരവും റബ്ബിനോട് പറയും. മറ്റോനോ തൗഹീദ് ഉറച്ചിട്ടില്ലെങ്കിലോ, അല്ല വേറെ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലോ, എങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾ 1, 2, 3 അല്ലല്ലോ ഉള്ളത്, ഒരുപാടുണ്ട്. അങ്ങ് ഉള്ളാളം മുതൽ ഭീമാപ്പള്ളി വരെ കേരളത്തിന്റെ ഓരങ്ങളിൽ കിടക്കുന്ന ജാറങ്ങളുടെ എണ്ണം എത്രയാണ്? ഇതിലേക്കൊക്കെ പൈസ കൊടുക്കുന്ന ആൾക്കാരെ കാണല്ലേ നിങ്ങൾ?